Meet the editors. ശബരിമലയിൽ സത്യം തെളിയേണ്ടേ എന്നാണ് ചോദ്യം. സ്മൃതി, ദിവസങ്ങൾ കഴിയുകയാണ്, വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു. ഒരുപക്ഷെ നാളെ നിയമസഭയിൽ ഈ വിഷയം ചോദ്യമായിട്ട് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസായും വന്നേക്കാം. സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. സഭയ്ക്ക് പുറത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വരുന്നു. BJPയും മാർച്ച് പ്ലാൻ ചെയ്യുന്നു. സംഘപരിവാറും നാമജപ ഘോഷയാത്രയ്ക്ക് സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. സത്യം തെളിയണ്ടേ? സത്യം തെളിയണമെന്ന് ഇപ്പോൾ മാധ്യമങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷവും മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി കൈപിടിച്ച് കാറിൽ കൊണ്ടുവന്ന് പുറത്തിറക്കി സർക്കാരിനൊപ്പം എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും പറയണം സത്യം തെളിയണമെന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, വെള്ളാപ്പള്ളി പറയുന്നത് ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ദേവസ്വം ബോർഡിനെ മാറ്റി അവിടെ ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ അതിനോട് സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നറിയേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഇന്നും കൂടി ചേർത്ത് 7 മണിക്കൂറാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നു, എൻ്റെ സ്വകാര്യതയെ നിങ്ങൾ മാനിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെക്കുറിച്ച് പറയുന്നു. അവിടെ ഭക്തർക്ക് സംഭവിച്ചിരിക്കുന്ന വേദനയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന നേരത്തെയുള്ള കീഴ്ശാന്തിയുടെ സഹായിയായി നിന്നിരുന്ന ഒരു സഹായിയായിരുന്ന ഒരാൾ പെട്ടെന്ന് സമ്പന്നനാവുകയും അവിടത്തേക്ക് സ്പോൺസറായി വരികയും ചെയ്തത് എന്നുള്ളതാണ്. 2003 തൊട്ടൊക്കെ അവിടെ സഹായിയായിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ 2019 ഈ സ്പോൺസറായിട്ടുള്ള രംഗപ്രവേശം ഉണ്ടാകുന്നത്. ഈ 2019 മാർച്ചിൽ 11 വാതിൽ സമർപ്പിക്കുന്നു. വാതിൽ സ്വർണം പൂശി സമർപ്പിക്കുകയാണ്. അപ്പോൾ വാതിൽ സ്വർണം പൂശാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നു. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പലപ്പോഴായി വാസുദേവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായിയല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ഈ വാസുദേവനും ഒരു വ്യവസായി തന്നെയാണ്. അദ്ദേഹവും സ്പോൺസറായിരുന്നു. പിന്നെ ബാംഗ്ലൂരിലൊരു രമേഷ് റാവു, ഇത്രയും പേരായിരുന്നു ആ വാതിലിൻ്റെ സ്പോൺസർമാർ. അപ്പോൾ വാതിൽ സ്വർണം പൂശി കൊണ്ടുവരുന്നു. അതിന് കൃത്യം 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന അടുത്ത കാര്യങ്ങൾ വരുന്നത്. അതാണ് ഈ ഗുരുതരമായ വിഷയം അറിയുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് കൃഷ്ണശിലാഭിത്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ സ്വർണ്ണം പൂശാൻ വേണ്ടി കൊണ്ടുപോയി അതിലെ പാളികളെടുത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു. അതിലെ സ്വർണം മങ്ങിത്തുടങ്ങി, അതുകൊണ്ട് കൊണ്ടുപോകുന്നു എന്ന വാദമാണ് പറയുന്നത്. മഹസറടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ തെളിവുകളും പുറത്തു വരികയാണ്. യഥാർത്ഥത്തിൽ അത് ചെമ്പുപാളിയല്ല, സ്വർണം തന്നെയാണ് എന്ന് കൃത്യമായി പറയുന്നത് ആരാണ്? ഈ വിജയ് മല്യ 98 സമർപ്പിച്ച ഈ സ്വർണം അത് അവിടെ ഈ ശില്പങ്ങളിൽ അതിൽ പൊതിയാൻ സഹായിച്ചിരിക്കുന്ന വ്യക്തി തന്നെ നമ്മളോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സെന്തിൽനാഥൻ എന്നാണ്. അദ്ദേഹം പറയുന്നു, സ്വർണം പൊതിഞ്ഞപ്പോൾ ശബരിമല ശ്രീകോവിൽ മേൽക്കൂരയിലുണ്ടായ ചോർച്ച പരിഹരിക്കാൻ വിജയ് മല്യ തന്നെ ആദ്യം വിളിച്ചു എന്നുള്ളത് പറയുന്നു. അതിനുശേഷം ഈ കാര്യങ്ങൾ മുഴുവൻ ഈ സ്വർണം അതിൽ പാകുകയാണ് ചെയ്യുന്നത്, സ്വർണം പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേക്കുറിച്ച് പറയുന്നുണ്ട്. 13 പീസ് സ്വർണ്ണമാണ്. അതൊരു കവചം പോലെ, പടച്ചട്ട പോലെയാണ്. ഈ വിഗ്രഹങ്ങളിൽ പടച്ചട്ട പോലെയാണ് അത് പതിപ്പിക്കുകയാണ് ചെയ്തത്. വിഗ്രഹം അതിലവിടെ ചുമരിനോട് ചേർന്നിട്ടുള്ളതാണല്ലോ വിഗ്രഹം. നമ്മൾ ശബരിമലയിൽ പോകാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, ഇത് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാവുന്ന വിഗ്രഹങ്ങളാണോ? അല്ല, അത് വിഗ്രഹങ്ങൾ അതിൽ പതിപ്പിച്ചിരിക്കുക. അതിൻ്റെ പുറത്ത് പടച്ചട്ട പോലെ കവചമായിട്ട് ഈ 13 പീസ് സ്വർണം ഈ ക്ലാഡിംഗ് വഴി അതിൽ ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, ആ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം അങ്ങനെ ഈ തൊട്ട് തൊഴുതാലൊന്നും അങ്ങനെ സ്വർണം നഷ്ടപ്പെടില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല, സ്വർണം കുറയില്ല. മാത്രമല്ല, ഭക്തർക്ക് അതിൽ തൊടാൻ അനുവാദവുമില്ല. ഭക്തർക്ക് തൊടാൻ പറ്റില്ല. അവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചിലപ്പോൾ തിരക്കുണ്ടാകുമ്പോൾ ഒന്ന് തൊട്ടുപോയേക്കാം എന്നല്ലാതെ ഈ ശില്പങ്ങളിൽ തൊടാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ സ്വർണം നഷ്ടപ്പെടില്ല. അപ്പോൾ അത് എന്തിനു നന്നാക്കാൻ കൊണ്ടുപോകണം? അങ്ങനെ നന്നാക്കാൻ കൊണ്ടുപോകുമ്പോൾ സ്വർണം പൂശിയ പാളികൾ എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അല്ലെങ്കിൽ ഈ പൂശലും പതിക്കലുമാണല്ലോ ഒരു വിഷയമായി നിൽക്കുന്നത്. അപ്പോൾ പതിപ്പിച്ചിരിക്കുന്ന സ്വർണം എടുത്തു കൊടുക്കുകയും ചെമ്പ് എന്നവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടോ ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് അങ്ങ് കൊണ്ടുപോകാൻ കൊടുത്തിരിക്കുകയാണ്. കൂടെ ആരും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചെത്തിക്കുന്നത്? 39 ദിവസങ്ങൾക്ക് ശേഷം. ഇനി നമ്മൾ ഈ അന്വേഷണത്തിൽ അടുത്തതായി നമ്മൾ അറിയുന്ന എവിടുന്നാണ്? ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനമാണ് ചെമ്പുപാളിയിൽ സ്വർണം പൂശിയതെന്ന് പറയുന്നു. അവർ പറയുന്നു, ഞങ്ങൾ പഴയ ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്ന രീതി ഞങ്ങൾക്കില്ല, ഞങ്ങൾ പുതുതായി ചെമ്പുപാളി അളവെടുത്തിട്ട് അതിന്മേൽ സ്വർണം പൂശുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഒരു പുതിയ പാളിയാണല്ലോ കൊണ്ടുപോയത്. അപ്പോൾ പഴയ പാളി എവിടെ? ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? പഴയ പാളി എവിടെ? അതിലുണ്ടായിരുന്ന സ്വർണം എവിടെ? അപ്പോൾ ഈ കൊണ്ടുവന്നതിലെ 4.5 കിലോ എന്ന് പറയുന്നു, അതുമാത്രമാണോ? നേരത്തെ ഉണ്ടായിരുന്ന പാളി എവിടെ എന്ന് ചോദ്യം വരുന്നു. അപ്പോൾ ആ ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഉത്തരവാദപ്പെട്ട
അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് അത് ചെമ്പുപാളിയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു സ്വർണം പൂശിയോ എന്ന് എനിക്ക് അറിയില്ല എന്ന്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അറിയുക? അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ല എന്നാണ്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അതിൻ്റെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ വിവാദം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ഭരണപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പീഠവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഇത് വിവാദമായത്. അത് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, 2025 വീണ്ടും, അതായത് 2019 ഒരു പ്രാവശ്യം കൊണ്ടുപോയി, പിന്നെയും അങ്ങോട്ട് മംഗൾ സംഭവിക്കുകയാണ്. 40 വർഷം വാറണ്ടി ഉള്ള സ്വർണ്ണം ഇങ്ങനെ ഇടയ്ക്ക് മങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. 2025 വീണ്ടും മങ്ങൽ എന്ന് പറഞ്ഞത് കൊണ്ടുപോകാൻ അതിൻ്റെ എല്ലാ പറയുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്, ദൃക്സാക്ഷികളായിട്ടെല്ലാം ഉണ്ട്, കൊണ്ടുപോകുന്നു. പക്ഷേ അപ്പോൾ ഈ പറയുന്ന കമ്മീഷണറുടെ ഒപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹമാണല്ലോ, അതായത് കോടതി ഏൽപ്പിച്ചിരിക്കുന്ന കമ്മീഷണറാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എൻ്റെ സാന്നിധ്യമില്ലാതെ, എൻ്റെ അനുവാദമില്ലാതെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇത് വിവാദമാകുന്നത്. കോടതിയാണ് ഇതിൽ ചോദ്യം ഉന്നയിക്കുന്നത്, കോടതിയാണ് ഇതിൽ ഗൗരവത്തിലുള്ള വിഷയമായി ഉന്നയിക്കുന്നത്. അവിടെയാണ് വിവാദം ഉണ്ടാകുന്നത്. അല്ലാതെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് പീഠവുമായി ബന്ധപ്പെട്ടൊരു കളവ് പറയുന്നു. ആ കളവിൻ്റെ ചൂട് പിടിച്ച് ബാക്കി അന്വേഷണം വരുന്നു, സഹോദരി വീട്ടിൽ നിന്ന് പീഠം കിട്ടുന്നു, ഇതൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷേ അവിടെയല്ലല്ലോ ആ വിവാദം തുടങ്ങുന്നത്, കോടതി ചോദിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താനുള്ള വാദം അവിടെ പൊളിയുകയാണ്. ഇനി ഈ ചെമ്പുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിലുള്ള പ്രതികരണങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാകുന്നു. ഏത് അന്വേഷണം വരട്ടെ, അന്വേഷണം നടക്കട്ടെ, എല്ലാം പുറത്തു വരട്ടെ എന്ന് പറയുന്നതല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 മുതൽ 2025 വരെ അവിടെ ഇങ്ങനെ തുടരുക തന്നെയാണ്. പിന്നെ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, തന്ത്രി കുടുംബവുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നത്. അന്ന് ഈ പറയുന്ന മഹേഷ് കണ്ഠരാണ് അവിടുത്തെ ചുമതല. അപ്പോൾ തന്ത്രി കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ മറ്റ് സംസ്ഥാനങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങൾ അതിൻ്റെ പ്രധാന ആളായിട്ട് അവിടെ നിൽക്കുന്നു. ഈ പറയുന്ന കർണാടകയിൽ ക്ഷേത്രം ഉണ്ടായതുപോലും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നേതൃത്വത്തിലാണ് എന്ന രൂപത്തിലാണ് അറിയാൻ കഴിയുന്നത്. ആന്ധ്രയിലൊരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ ക്ഷേത്രം, അതായത് ഇവിടേക്ക് വരാൻ പറ്റാത്ത അയ്യപ്പ ഭക്തർക്ക്, ആന്ധ്രയിലെ ഭക്തർക്ക് പോകാൻ പാകത്തിൽ ആന്ധ്രയിലെ അയ്യപ്പ ക്ഷേത്രം ഇവിടത്തേക്കാൾ, ശബരിമലയേക്കാൾ വലുതാക്കാനുള്ള ആലോചന പോലും ആര് നടത്തിയിരുന്നു? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നു അത്രേ. അപ്പോൾ അത്രയ്ക്കും ഈ പറയുന്ന സ്പോൺസർമാരെ സംഘടിപ്പിക്കാനും ഞാനൊരു പ്രധാനിയാണെന്ന് വരുത്തി തീർക്കാനും ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂജിച്ച വാതിലൊക്കെ കൊണ്ടുപോയി ഓരോരോ ജയറാമിനെ പോലുള്ള ഭക്തരെയൊക്കെ പറ്റിച്ചുകൊണ്ട് അങ്ങനെ പല പ്രമുഖരെയും പറ്റിച്ചു കാണണം. അങ്ങനെ ലക്ഷങ്ങൾ നേടിയെടുത്തിരിക്കാം. അതൊക്കെ അയാൾ സ്വന്തം നേടിയ പണത്തിൻ്റെ കാര്യമാണ്. അതുകൂടാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ലോ, അതിന് വേണ്ട വഴി തെളിച്ച് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തവരാരും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും. നാളെ ഇപ്പോൾ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷെ കോടതി പറയും ഇനി എങ്ങനെയുള്ള അന്വേഷണം വേണമെന്ന്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് പറയുന്നു. അവിടെ കൊണ്ടും തീരുമോ? ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്നവർക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ ആ പങ്ക് തെളിയിക്കാൻ തയ്യാറാകുമോ? അപ്പോൾ അത് വീണ്ടും 98ലേക്ക് പോകാം. അതിനു മുമ്പുണ്ടായ UDF കാലത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വിപുലമാക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. വിപുലമാക്കിക്കോട്ടെ. പക്ഷെ ആദ്യം ചോദ്യം ഉന്നയിക്കുന്നത് ഇപ്പോൾ പോയ സ്വർണം എങ്ങനെയാണ് ചെമ്പായത് എന്നുള്ളതാണ്. അതിന് മറുപടി കിട്ടിയിട്ട് മതി ബാക്കി കാര്യങ്ങളിലേക്ക് അന്വേഷിക്കാൻ. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണമല്ല മറുപടി. ഈ ആരോപണത്തിലുള്ള ഉത്തരവാദിത്വത്തിലുള്ള മറുപടിയാണ് വേണ്ടത്. ഇനി എല്ലാ കാര്യങ്ങൾക്കും മറുപടി വേണം. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? ആഗോള അയ്യപ്പ സംഗമം സ്പോൺസർഷിപ്പിലൂടെ നടത്തിയൊരു പരിപാടിയാണെന്നാണ് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, ദേവസ്വത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ പണം എടുത്തുകൊണ്ട് അഡ്വാൻസ് നക്ഷത്ര ഹോട്ടലുകളിൽ കൊടുത്തതും അവിടുത്തെ VVIPകൾക്ക് താമസം ഒരുക്കിയതിൻ്റെയും പണത്തിൻ്റെ കണക്കടക്കം പുറത്തു വരികയാണ്. ബാക്കിയുള്ള പൈസ, അതായത് അഡ്വാൻസിൻ്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. ബാക്കിയുള്ള പൈസ, അതായത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് 8,31,600 രൂപ കൊടുത്തു. KTDCക്ക് 25,000 അഡ്വാൻസ് കൊടുത്തു. പിന്നെ താജിന് 3,39,840 രൂപ കൊടുത്തു. ഇതൊക്കെ അഡ്വാൻസാണ്. പാർക്ക് റിസോർട്ടിനും കൊടുത്തിട്ടുണ്ട് 80,000 രൂപ. ബാക്കിയുള്ള തുകയും ഈ പറയുന്ന ദേവസ്വത്തിൽ നിന്ന് കൊടുക്കുമെന്നാണ് അത്രയും അവിടേക്ക് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്പോൺസർഷിപ്പിൻ്റെ കണക്ക് എവിടെ? അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഈ ചില കള്ളത്തരങ്ങളുണ്ട്. ഭരണകാലത്ത് ഭക്തരെ മുഴുവൻ ഈ രീതിയിൽ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് സർക്കാർ കരുതി. പക്ഷേ ഈ വിവാദത്തോടുകൂടി അതിൻ്റെ ശോഭ മങ്ങിയിരിക്കുകയാണ്. ഈ വിവാദത്തിന് കൃത്യമായി മറുപടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ മറുപടി കിട്ടുന്നില്ല. അന്നത്തെ ഉത്തരവാദപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കൃത്യമായ മറുപടിയില്ല എന്നുള്ളതാണ്. അതിലെ മറുപടി കോടതി തന്നെ പറയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. 2025 ഈ സ്വർണ്ണപ്പാളി അഥവാ ഈ ചെമ്പുപാളി എന്ന് ദേവസ്വം ബോർഡിൻ്റെ മഹസറിൽ കാണുന്ന പാളിയിൽ സ്വർണം പൊതിയാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതിയോ പരിഭവമോ ഇപ്പോഴില്ല.
അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം നടക്കുന്നത് 2019 ഈ ചെമ്പുപാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2025 എങ്ങനെയാണ് ഈ ചെമ്പുപാളി കൊണ്ടുപോയത്? 2025 കൃത്യമായ മാനുവൽ പ്രകാരമാണ് ഈ ചെമ്പുപാളികൾ ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുൻപ് തന്നെ ഈ സ്പോൺസർമാരെക്കുറിച്ച് ചില സംശയങ്ങൾ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് തന്നെ സ്പോൺസർമാരെ കോർഡിനേറ്റ് ചെയ്യാൻ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ളൊരു PRO ഏൽപ്പിച്ചു എന്നതാണ്. കാരണം അവിടെ സുനിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ശബരിമലയിൽ പ്രത്യേക അവതാരമായിട്ടുണ്ടായിരുന്ന സ്പോൺസർ കോർഡിനേറ്റർമാർ എന്ന് പറയുന്നത്. സ്പോൺസർ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു അനൗദ്യോഗികമായ സംവിധാനം തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അവിടുത്തെ ചില പ്രമുഖരായ ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദത്തിലുമാണ് ഈ അനൗദ്യോഗിക സ്പോൺസർ കോർഡിനേറ്റർമാർ ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഗൂഢസംഘം എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ബോർഡ് മെമ്പർമാരും, അത് ഏതെങ്കിലും ഒരു ഭരണകക്ഷി ഭരിക്കുമ്പോൾ മാത്രമല്ല, അത് UDFിൻ്റെയും LDFിൻ്റെയും കാലത്തുള്ള ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ചില സ്പോൺസർ കോർഡിനേറ്റർമാരുണ്ടായിരുന്നു. ആ സ്പോൺസർ കോർഡിനേറ്റർമാർ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ, ദേവസ്വം ബോർഡ് ഭാരവാഹികളെ, ഈ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഓരോ വർഷവും മണ്ഡലകാലം കഴിയുമ്പോൾ പ്രത്യേക കാലങ്ങളിൽ അവർ വിദേശത്തേക്ക് യാത്ര കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ സംശയം തോന്നിയ ദേവസ്വം ബോർഡ് 2025 ഈ സ്പോൺസർ കോർഡിനേറ്റർമാരുടെ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സ്പോൺസർ കോർഡിനേറ്റർ എന്ന തസ്തിക അവിടെ ഔദ്യോഗികമായി തന്നെ ഒരു PROയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ക്ഷണമില്ലായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ സർക്കാരിനോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിക്കുമല്ലോ. കാര്യം അത് സ്പോൺസർമാരുടെ കൂടി സംഗമമല്ലേ. തിരുവിതാംകൂറിലെ ശ്രീകോവിലിലെ നടയടക്കം, ശ്രീകോവിലിലെ പാളിയടക്കം, ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളിയടക്കം സ്വർണം പൂശുന്നതിന് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറ്റി നിർത്തിയത്? അതിൻ്റെ കാരണം ഈ സ്പോൺസറെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിക്കുന്നത് സ്വാഭാവികമാണ്. ഈ വിവാദമുണ്ടാവുന്ന സമയത്ത് തന്നെ ക്ഷണിക്കാൻ സാധ്യതയില്ലെന്ന് കൂടി മനസ്സിലാക്കിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്കടക്കം വന്ന് തെളിയതിരുന്നത്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുരുക്കാനുള്ള ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. തൻ്റെ വീട്ടിൽ പീഠമിരിക്കെ ആ പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ആഗോള അയ്യപ്പ സംഗമത്തെയും വിഷമവൃത്തത്തിലാക്കാൻ ശ്രമിച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു കാരണവശാലും 2025 ദേവസ്വം ബോർഡ് വിശ്വസിച്ചിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PS പ്രശാന്ത് അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടുമ്പോൾ കൃത്യമായ മാനുവൽ അനുസരിച്ചാണ് ആ നടപടിക്രമങ്ങൾ നടത്തിയത്. അതിലൊരു വീഴ്ച സംഭവിച്ചു. അതിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ അടുത്ത് അനുവാദം ചോദിച്ചില്ല. അത് പിന്നീട് ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു മാപ്പായിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. അന്ന് സന്നിധാനത്തേക്ക് ഈ ചെമ്പുപാളികൾ മഹസർ തയ്യാറാക്കി സെപ്റ്റംബർ മാസം കൊണ്ടുപോയപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൽ ശബരിമലയിലെ തിരുവാഭരണത്തിൻ്റെ ചുമതലയുള്ള കമ്മീഷണർ ഉണ്ടായിരുന്നു. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മഹസർ എഴുതുന്ന സമയത്ത് അവരുടെ ഒപ്പുണ്ടായിരുന്നു. ശബരിമല എ എന്ന് പറഞ്ഞാൽ ശബരിമല സന്നിധാനത്തിൻ്റെ ഒരു മാനേജർ എന്ന് തന്നെ പറയാം. ശബരിമലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത്, ആ ദേവസ്വം സ്മിത്തിൻ്റെ സാന്നിധ്യത്തിലാണ് വിജിലൻസ് പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടർ, ദേവസ്വം വിജിലൻസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ, 2 ദേവസ്വം ഗാർഡുമാർ, ഇതുകൂടാതെ സ്പോൺസറുടെ പ്രതിനിധി, ഇത്രയും പേര് സന്നിധാനത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ 14 പാളികളിൽ 12 പാളികൾ ശബരിമലയിലെ സന്നിധാനത്തു നിന്നും ഇറക്കി 2025 സെപ്റ്റംബറിൽ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതും സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതും. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഡ്വക്കേറ്റ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാർ ചെന്നൈയിൽ ക്യാമ്പ് ചെയ്താണ് ഈ പാളികളിൽ സ്വർണം പൂശുന്നത്, ഇലക്ട്രോപ്ലേറ്റിങ്ങിന് സാന്നിധ്യം വഹിച്ചത്. അന്ന് ഇളക്കിക്കൊണ്ടുപോയ 12 പാളികളുടെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയാണ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 282 ഗ്രാമാണ് ആ 12 പാളികളിൽ ഉണ്ടായിരുന്നത്. 14 പാളികളിൽ 397, 2 പാളികൾ കൊണ്ടുപോയില്ല, 12 പാളികൾ കൊണ്ടുപോയി. ആ 12 പാളികൾ അവിടെ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ അവിടെ 10 ഗ്രാമിൻ്റെ കുറവ് കണ്ടെത്തുകയും 10 ഗ്രാം അഡീഷണലായിട്ട് ചേർക്കുകയും ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ
എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് തീരുമാനിക്കാതിരുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ ആ സ്വാധീനമോ ഏതെങ്കിലും തരത്തിൽ ബന്ധമോ ഉണ്ടായിരുന്നെങ്കിൽ 2019 ചെയ്തതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നില്ലേ? കൊടുത്തു വിട്ടിട്ടില്ലല്ലോ. മാനുവൽ അനുസരിച്ച് ഇത്രയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ചെന്നൈയിലെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ താമസിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ല. ഇത്തവണ പോയപ്പോൾ ഒരിടത്തും തിരിച്ചു കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറ്റിയിട്ടില്ല. പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നത് 10 ഗ്രാം അധികം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനകത്ത് ആകെ സംഭവിച്ച നടപടിക്രമത്തിൽ ഒരേ ഒരു വീഴ്ച ഈ ഇവിടുത്തെ കമ്മീഷണറെ അറിയിക്കാതെ പോയി. അത് പിന്നീട് കോടതിയിൽ ദേവസ്വം ബോർഡ് പറയുകയും ചെയ്തു, കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ കോടതി ഉത്തരവിടുന്നതും. അങ്ങനെ പൂശി ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമല്ല കൊടുത്തയച്ചത്. ഞാൻ അതാണ് പറഞ്ഞത്, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ കൃത്യമായ മാനുവൽ അനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി ചെന്നൈയിലേക്ക് ഈ ചെമ്പുപാളികൾ കൊണ്ടുപോവുകയും കൃത്യമായി തൂക്കം രേഖപ്പെടുത്തി ആ 10 ഗ്രാമിനുള്ള കുറവ് 10 ഗ്രാം തന്നെ കൂടുതൽ ചേർത്ത് ഇപ്പോൾ 292 ഗ്രാം 12 പാളികളിൽ 292 ഗ്രാം ആക്കി തിരിച്ച് ആ ചെമ്പുപാളി സ്വർണം പൂശിയ ചെമ്പുപാളികൾ ആ ദ്വാരപാലക ശില്പപാളികൾ സന്നിധാനത്തിൽ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 397 ഗ്രാം ആയിരുന്ന ദ്വാരപാലക ശില്പപാളികളുടെ സ്വർണത്തിൻ്റെ അളവ് 407 ഗ്രാമാണ്. 10 ഗ്രാം കൂടുതലുണ്ട്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന ആവശ്യം ഉയരുന്നത്? എന്താണ് അതിൻ്റെ രാഷ്ട്രീയ സാങ്കത്യം? മാനുവൽ അനുസരിച്ച് കൊണ്ടുപോയതുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള സംഗമത്തിൽ വിളിക്കാഞ്ഞതോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാഞ്ഞതാണോ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയന്ത്രിച്ച് നിർത്തുന്ന സർക്കാരിൻ്റെ ഭാഗമായ ദേവസ്വം മന്ത്രിയും ചെയ്ത കുറ്റം? അപ്പോൾ 2025 ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിഴവുണ്ടെങ്കിൽ അത് കമ്മീഷണറെ അറിയിക്കാതെ പോയി എന്നത് മാത്രമാണ്. അതൊരു സാങ്കേതികമായ നടപടിക്രമത്തിലെ വീഴ്ചയാണ്. അതിനുള്ള മറുപടി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി സന്നിധാനത്ത് എത്തുന്നത് എപ്പോഴാണ്, ഏത് കാലയളവിലാണ് എന്നത് ഓർമ്മിക്കണം. 2003, 2004 എൻ്റെ ഓർമ്മ. ഇന്ന് നമ്മളുടെ നന്ദൻ എന്ന് പറയുന്ന ഒരു ശില്പി നമ്മളോട് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ ശ്രീകോവിലിൻ്റെ വാതിൽ നിർമ്മിച്ചു കൊടുത്തത്. അദ്ദേഹം പറയുന്നുണ്ട്, മേൽശാന്തി പറഞ്ഞിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്. മേൽശാന്തിയാണ് പറയുന്നത് ശ്രീകോവിലിനൊരു ഡോറ് വേണം എന്ന് പറയുന്നത്. ആ ഡോറ് നിർമ്മിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്നറിയിക്കുന്നത്. എന്നിട്ട് ഈ മേൽശാന്തി പറഞ്ഞതനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്. മേൽശാന്തിയുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ബന്ധം? കീഴ്ശാന്തി ജീവനക്കാരനായി 2003, 2004 ഘട്ടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുമ്പോൾ ഓർമ്മിക്കണം, ആ പീരീഡിൻ്റെ പ്രത്യേകത ആ സമയത്താണ് ബാംഗ്ലൂരുവിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്താക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്താക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് 2003, 2004 പീരീഡിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്ന് ശബരിമലയിലെത്തി കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് മാറുന്നു. എങ്ങനെയാണത് സാധ്യമാവുക? അതിനുശേഷം കാലാകാലങ്ങളിലായിട്ട് വന്ന പല ബോർഡ് അംഗങ്ങളുമായും തിരുവിതാംകൂർ LDFൻ്റെയും UDFൻ്റെയും ബോർഡ് അംഗങ്ങളുമായും അദ്ദേഹത്തിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇതൊരാൾ മാത്രമല്ലെന്നേ. ശബരിമലയിൽ ഇങ്ങനെയുള്ള കുറേ അവതാരങ്ങൾ LDFൻ്റെയും UDFൻ്റെയും സർക്കാരുകൾ വരുമ്പോൾ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുമായും പ്രസിഡന്റുമാരുമായിട്ടുമൊക്കെ ചങ്ങാത്തം സ്ഥാപിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ വ്യവസായികളായിരിക്കുന്ന സ്പോൺസർമാരുടെ സംഭാവനകൾ അവിടെ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രതിഫലങ്ങളൊക്കെ നൽകാറുണ്ട് എന്നുള്ളത്, പാരിതോഷികങ്ങൾ നൽകാറുണ്ട് എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിദേശയാത്ര. അവിടെ ഒരു സ്പോൺസർ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, റിജികുമാർ എന്നായിരുന്നു അയാളുടെ പേര്. എന്തായിരുന്നു അയാളുടെ അവിടുത്തെ ഉത്തരവാദിത്വം? ആ റിജികുമാറിന് ആരുമായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നത്? അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? വിദേശയാത്രകൾ നടത്തിയിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ? ഒരു സുനിൽ സ്വാമി എന്ന് പറയുന്ന മറ്റൊരു സ്പോൺസർ ഉണ്ടായിരുന്നല്ലോ. അയാളെ 401 നമ്പർ റൂമിൽ നിന്ന് ഹൈക്കോടതി ഇറക്കി വിട്ടില്ലേ? ഒരു 10 വർഷമായി അവിടുത്തെ ഒരു സ്പോൺസറുടെ പിൽഗ്രിം സെൻറ്ററിലെ 401 നമ്പർ മുറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ സുനിൽ സ്വാമി. ആ സുനിൽ സ്വാമിയെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? കാലാകാലങ്ങളിലായിട്ട് അവിടെ ഉണ്ടായിരുന്ന LDFൻ്റെയും UDFൻ്റെയും ഈ ദേവസ്വം ബോർഡിലെ പ്രതിനിധികൾ ഈ സുനിൽ സ്വാമിയെ അറിയാമായിരുന്നില്ലേ? ഈ രജികുമാറിനെ അറിയാമായിരുന്നില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം എല്ലാ പാർട്ടികളും അധികാരത്തിലെത്തുമ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇതവിടെ സംഭവിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെയുള്ള ഒരു ഗൂഢസംഘം ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ ഇടയിൽ, അവിടെ സ്പോൺസർമാർക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് പ്രത്യേക ദർശനമൊരുക്കുക,
പടിപൂജയ്ക്കുള്ള സൗകര്യമൊരുക്കുക, അഷ്ടപൂജയ്ക്കുള്ള സൗകര്യമൊരുക്കുക, വിശേഷാവസരങ്ങളിൽ മറ്റു പൂജകൾക്കുള്ള അവസരമൊരുക്കുക, ഇങ്ങനെ ഒരുപാട് സ്വാധീനം ചെയ്തിട്ടുണ്ട്. ഇത് പാവം ഭക്തന്മാരുടെ, സമ്പന്നരായിട്ടുള്ള ഭക്തന്മാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ഇവരങ്ങനെ ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ മഹസറിൽ, ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന മഹസറിൽ ഗുരുതരമായ കാര്യങ്ങളുണ്ട്. ഈ സ്വർണം പാളിയതാണോ വിജയമല്യ സ്വർണം പാകിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമായി പോയിരുന്നത്. എത്ര അസംബന്ധമായ ചോദ്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1999 വിജയമല്യ ഈ ചെമ്പെന്ന് പറയുന്ന ഈ ദ്വാരപാലക ശില്പപാളിയിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളത് പൊതുമരാമത്തിൻ്റെ ഫയലിലുണ്ട്. പൊതുമരാമത്ത് ഫയലിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ ദേവസ്വത്തിന്റെ ഫയലുകളിൽ കാണാനില്ല എന്നാണ് പറയുന്നത്. ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയും പറയുന്നത് ക്ലാഡ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ദേവസ്വം ഫയലിലല്ല, പൊതുമരാമത്ത് ഫയലിൽ അത് സ്വർണം പൂശിയതാണ്, സ്വർണം പാകിയതാണ്, ക്ലാഡ് ചെയ്തതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അത് തന്നെ കോടതി തന്നെ അത് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 99 ക്ലാഡ് ചെയ്ത സ്വർണം എവിടെ പോയി? അതെങ്ങനെയാണ് ഈ മഹസറിൽ ചെമ്പുപാളിയായി മാറിയത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മഹസർ തയ്യാറാക്കുമ്പോൾ അവിടെ കാണേണ്ട തിരുവിതാംകൂറിലെ ദേവസ്വം കമ്മീഷണർ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതാണ്. 2019 കമ്മീഷണർ ഇല്ല, ദേവസ്വം സ്മിത്ത് ഇല്ല. സ്വർണം പാകിയ ഒരു പാളി അഴിച്ചെടുക്കുമ്പോൾ ദേവസ്വം സ്മിത്ത് ഇല്ലാതെ എങ്ങനെയാണ് സാധിക്കുക? കോവിഡിന് ശേഷം യുവതീ പ്രവേശന വിഷയം, കോവിഡ്, പ്രളയം, ഈ 3 കാര്യങ്ങളാൽ ആകെ സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യമാണ് അവരിതിന് തെരഞ്ഞെടുത്തെന്ന് ആലോചിക്കണം. എന്തിനാണ് ഈ പീരീഡ് തിരഞ്ഞെടുത്തത്? 1999 ഇത് പൂശുമ്പോൾ അതിനുശേഷം 20 വർഷം കൊണ്ട് അതിൻ്റെ പ്രഭ മങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ പ്രഭയോടുകൂടി നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തിരഞ്ഞെടുത്ത സമയം പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം സംഭവിച്ചു. ഈ ശ്രീകോവിലിൻ്റെ വാതിൽ, ആ വാതിലിന് കുഴപ്പമുണ്ട് എന്നവർ കണ്ടെത്തി. അതിൻ്റെ ഭാഗമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വാതിൽ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ആ വാതിലാണ് ജയറാമിൻ്റെ ഒപ്പം പൂജിക്കുന്നത്. ആ വാതിൽ പൂജിക്കുന്ന സമയത്തും ആ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ആ വാതിലാണ് ആന്ധ്രാപ്രദേശിലും ബാംഗ്ലൂരുവിലും കൊണ്ടുപോയി പൂജിച്ചത്. അതാണ് കോട്ടയത്ത് കൊണ്ടുപോയി പൂജിച്ചത്. അത് പൂജിച്ച് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും 2019 ജൂലൈ മാസമാകുമ്പോൾ ഇതാ ദ്വാരപാലക ശില്പത്തിലും പ്രഭ മങ്ങിയിട്ടില്ലേ എന്ന് സംശയം ഉണ്ടാവുകയാണ്. കോവിഡിൻ്റെ കാലത്ത്, പ്രളയം ഉണ്ടാകുന്ന സമയത്ത്, യുവതീ പ്രവേശനം നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ സമയം തിരഞ്ഞെടുത്തു? ആ സമയം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് പോവില്ല. ആ സമയത്ത് ഭക്തരുടെ വരവ് കുറവാണ്. അവിടെ ഭക്തരില്ല, അവിടെ ഭക്തർ വരുന്നത് കുറവാണ്. ഇത് മണ്ഡലകാലമല്ല. ജൂലൈ 19, 20, 2019 മാസപൂജയ്ക്ക് പോലും ആളുകൾ എത്തിയിട്ടില്ല. അവിടെയാണ് ഹൈക്കമ്മീഷണറുടെ അസാന്നിധ്യത്തിൽ, ഈ ദേവസ്വം തിരുവാഭരണം കമ്മീഷണറുടെ അസാന്നിധ്യത്തിൽ ദേവസ്വം സ്മിത്ത് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മഹസർ ചെമ്പുപാളികൾ എന്ന് എഴുതിയിരിക്കുന്നത്. പൊതുമരാമത്ത് ഫയലിൽ സ്വർണ്ണപ്പാളികൾ എന്ന് കാണുക, മഹസർ എഴുതുമ്പോൾ അത് ചെമ്പുപാളിയായിട്ട് മാറുക. ഒടുവിൽ ആ ചെമ്പുപാളികളുടെ ആനുകൂല്യം ഇപ്പോൾ ആർക്ക് കിട്ടി? ദേവസ്വം വിജിലൻസിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത് ചോദിച്ചു, താങ്കൾ കൊണ്ടുപോയത് സ്വർണ്ണമാണോ ചെമ്പാണോ? ദേവസ്വത്തിൻ്റെ മഹസർ എടുത്ത് കാണിച്ചു. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ചെമ്പുപാളി. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയത് സ്വർണ്ണപ്പാളിയാണെന്ന് ഞാൻ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അവിടെയാണ് അയാളെ ഇൻസുലേറ്റ് ചെയ്തത്. ഇതറിയാമായിരുന്നു. ഇത് ഭാവിയിൽ ചോദ്യം ചെയ്യലിന് വിധേയമായാൽ പോലും ഇത് ചെമ്പുപാളിയാണെന്ന് എഴുതണമായിരുന്നു ചില ഉദ്യോഗസ്ഥർക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് കിട്ടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ ഈ പത്മകുമാർ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രവിധി പ്രകാരം കമ്മീഷണറുടെ ഉത്തരവോടുകൂടി ഇത് പാളികൾ സ്വർണം പൂശാനായിട്ട് സ്പോൺസറെ ഏൽപ്പിക്കണമെന്നാണ്. പക്ഷേ ഇത് സെക്രട്ടറിയുടെ കൈവശം എത്തുമ്പോഴേക്കും അത് മാറി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്നത് മാത്രമായി. ശാസ്ത്രവിധിയില്ല, മറ്റ് മാനുവൽ പാലിക്കണമെന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പോയി. എങ്ങനെയാണ് ഇതില്ലാതായത്? ആരുടെ താല്പര്യമായിരുന്നു അത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മിനിറ്റ്സിനെ അട്ടിമറിച്ച ഉദ്യോഗസ്ഥർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ടോ? അവരുടെ താല്പര്യം എന്തായിരുന്നു? സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി മാറ്റിയ ആ കൗശലവും ഗൂഢനീക്കവും ആരുടെ ഭാഗത്ത്, ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു? ഒരു മോഹവിലയ്ക്ക് വേണ്ടി സംശയിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ ദ്വാരപാലക ശില്പപാളികൾ ഒരു മോഹവിലയ്ക്ക്, സ്വർണ്ണമൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. സ്വർണ്ണം ആകെ നഷ്ടപ്പെട്ടത് 50 പവനേ ഉള്ളൂ. ഞാൻ പറയാം 50 പവൻ്റെ കണക്ക്. ആകെ 800 ഗ്രാമേ പൂശിയിട്ടുള്ളൂ എന്നുള്ളതാണ് NJR ജൂവലറി ഉടമ പറയുന്നത്. 800 ഗ്രാം. അങ്ങനെ തന്നെയാണ് പൊതുമരാമത്ത് ഫയലിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവാൻ സാധ്യത. ആ 800 ഗ്രാമിൽ 407 ഗ്രാം ഇപ്പോൾ അവിടെയുണ്ട്. ആ ബാക്കിയുള്ളത് ഏകദേശം 400 ഗ്രാമാണ്. നോക്കിക്കഴിഞ്ഞാൽ 50 പവൻ വരും. ആ 50 പവൻ്റെ മൂല്യമല്ല പ്രശ്നം. ആ 50 പവനേക്കാൾ ആ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ ശ്രീകോവിലിലുള്ള ദ്വാരപാലക ശില്പത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള മൂല്യം
ഈ സ്വർണത്തിൻ്റെ മൂല്യത്തേക്കാൾ 10 മടങ്ങ് വലുതാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് സംശയങ്ങളാണ്. ഈ പോറ്റി ഈ ദ്വാരപാലക ശില്പപാളി ഇളക്കി പൂശാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അത് പൂശാൻ ഈ അവസ്ഥയിൽ കഴിയില്ലെന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ മറ്റാർക്കെങ്കിലും അത് മറിച്ചു കൊടുത്തിട്ടുണ്ടോ, എന്നിട്ട് പകരം അതേ മോൾഡിൽ പുതിയ ചെമ്പുപാളി പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതോ ഒരു വ്യവസായിയുടെ വീട്ടിൽ, ഏതോ ഒരു സമ്പന്നൻ്റെ വീട്ടിൽ ആ പാളി ഇരിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഭയക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടവരാരെല്ലാം, അതുമായി ആർക്കൊക്കെയാണ് താല്പര്യം, അതിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾ, ഇതെല്ലാം ഇനി പുറത്തു വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നു, ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണമെങ്കിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം എന്നതാണ് എൻ്റെ ടേക്ക്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇതിലെ സ്വർണം തെളിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, തെളിയണമല്ലോ. കാരണം സ്വർണം ചെമ്പായത് എങ്ങനെയാണ്, സത്യത്തെക്കാളും ഈ സ്വർണം ചെമ്പാക്കുന്ന ജാലവിദ്യ എന്താണെന്നൊന്ന് പഠിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എത്ര പെട്ടെന്നാണ് ചെമ്പായി മാറിയത് അല്ലേ, സ്വർണ്ണപ്പാളികൾ ചെമ്പായി മാറി. അപ്പോൾ എറണാകുളം ചിറ്റൂർ സ്വദേശി സെന്തിൽനാഥൻ നമ്മുടെ ഡിബേറ്റ് വിത്ത് സ്മൃതി വരുത്തിക്കാടിലുണ്ടായിരുന്നു. അദ്ദേഹം ഇരുന്ന് എന്താണ് ഈ പ്രോസസ്സ് എന്നും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചതെന്നൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞു. അതിൽ നിന്ന് 1-2 കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തിൽ എടുത്തു ചോദിക്കാനായിട്ടുള്ളത്. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ, അത് കാലപ്പഴക്കം, തുടർച്ചയായ സ്പർശനം, ഈ കാരണങ്ങളൊക്കെ പറഞ്ഞാണല്ലോ അഴിച്ചെടുത്ത് കൊടുത്തുവിട്ടത്. അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് വന്ന് അന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ച വിജയമല്യ നിയോഗിച്ച ആൾ ഇന്ന് വന്ന് പറയുകയാണ്. അപ്പോൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത് അഴിച്ചത്? അഴിച്ചിടം മുതൽ തന്നെ അഴിമതി തുടങ്ങുന്നു എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇത് കൃത്യമായ അഴിമതിയാണെന്നേ. അവിടെ കൃത്യമായി അവിടെ ചില ആളുകളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അതിപ്പോൾ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും നേരിട്ട് വന്ന് ചെയ്തു എന്നൊന്നും ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല. പക്ഷേ അവരൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാതെ അങ്ങ് ഒരാൾക്ക് വന്ന് പെട്ടെന്ന് സ്ക്രൂ അഴിച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമൊന്നും അല്ലല്ലോ ഈ ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത്. അത്രയേറെ പവിത്രതയോടെ ശബരിമല ശ്രീകോവിൽ ഇരിക്കുന്ന സാധനം അഴിച്ചുകൊണ്ട് പോയിട്ട് അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് പോലും അറിയാത്ത ആളുകളാണ് അവിടെ ഇരുന്നതെങ്കിൽ അവർ ഈ പണിയൊക്കെ നിർത്തി പോകേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വാതിലുകൾ പൂർത്തിയാക്കാനായി ആവശ്യം വന്നത്, നേരത്തെ പറഞ്ഞ 800 ഗ്രാം എന്ന് പറയുന്നത് ഒരു അസംഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഫാക്ച്വലി ഇതുവരെ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല കോടതിയിൽ പോലും. ചില മൊഴികൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും ആ കാര്യത്തിൽ എത്രയാണ് സ്വർണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. ഇവിടെ വാതിലുകൾ പൂർത്തിയാക്കാൻ ടു കോട്ട് സെന്തിൽനാഥൻ വാതിലുകൾ പൂർത്തിയാക്കാൻ ആവശ്യം വന്നത് 4 കിലോ സ്വർണ്ണമാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ശബരിമല ശ്രീകോവിലിൽ ഈ വാതിലിനും ദ്വാരപാലക ശില്പത്തിനും ഏകദേശം സമാനമായ ഉയരമാണുള്ളത്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയുന്നതിനും ഏറെക്കുറെ സ്വർണം അത്രയെങ്കിലും പൂർണ്ണമായും സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, അമാൽഗമേഷൻ അങ്ങനെയാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അത്രയും തന്നെ സ്വർണം ആവശ്യമായി വരും. പക്ഷേ അത്രയും ഉപയോഗിക്കാതെ കൂടുതൽ ചെമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് പൂർത്തിയാക്കുകയാണോ ചെയ്തത് എന്നതിലും ഒരു വ്യക്തത വരുത്തണം. ഇവിടെ അന്നത്തെ മേൽശാന്തി ആരായിരുന്നു എന്നതുകൂടി ഞാൻ നോക്കി. അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അന്നത്തെ മേൽശാന്തി നാരായണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വിജയമല്യ ഈ സ്വർണം പൂശുകയല്ല, സ്വർണം പൊതിയുന്ന ജോലി പൂർത്തിയാക്കിയപ്പോൾ അതിന് മുന്നിൽ, ആ ശ്രീകോവിലിന് മുന്നിൽ അന്നുണ്ടായിരുന്ന മേൽശാന്തി നാരായണൻ നമ്പൂതിരിയാണ്. ദൃശ്യങ്ങളടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നാരായണൻ നമ്പൂതിരിയാണ് അന്ന് അവിടെ മേൽശാന്തിയായി ഉണ്ടായിരുന്നത്. ഈ പൊതിഞ്ഞ സ്വർണം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയുമോ? ഇൻ കേസ് ഈ സ്വർണത്തിന് വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ് നടന്നതെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ അരുൺ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം സ്വർണത്തെക്കാൾ അവിടെ അയ്യപ്പന് മുന്നിലിരുന്ന ദ്വാരപാലക ശില്പം എന്ന മേന്മ തന്നെയാണ് അതിൻ്റെ മൂല്യം കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്വർണം പൊതിഞ്ഞ ഭാഗം, ആ പാളി എടുത്തു കഴിഞ്ഞാൽ അത് രാസപ്രക്രിയയിലൂടെ സ്വർണം വേണമെങ്കിൽ വേർതിരിച്ചെടുക്കാം. അത് ഈ സ്വർണത്തോട് അങ്ങനെയുള്ള ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രൊവൈഡഡ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു അത്യാഗ്രഹം തോന്നിയാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് പകരം ചെമ്പുപാളി ഇയാളുടെ കയ്യിൽ കൊടുത്തുവിടാം. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ അഴിച്ചു വെച്ചത് മാറ്റിയതിനു ശേഷം വേറൊരു ചെമ്പുപാളി സമാനമായ ആകൃതിയിൽ നിർമ്മിച്ച് അവിടെ വെച്ച് അത്രയൊക്കെ അതിനുള്ള ഒരു ബുദ്ധി പ്രയോഗിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ മാറ്റിവെച്ച്, കാരണം ഭക്തരെത്താത്ത സമയമാണ്, ഈ യുവതീ പ്രവേശനം കഴിഞ്ഞ് വലിയ പ്രതിഷേധങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് 2019 പുതുവർഷം മുതൽ നമ്മൾ അങ്ങോട്ട് കാണുന്നത്. വനിതാ മതിൽ ഉണ്ടാക്കുന്നതൊക്കെ 2019 ജനുവരി മാസത്തിലാണ്, ജനുവരി 2-ാം തീയതിയാണ്. അതിനുശേഷവും പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ മാർച്ച് മാസം എന്ന് പറഞ്ഞാലും ജൂലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണഗതിയിൽ ഭക്തരധികം പോയിട്ടില്ല എന്നതാണ് 2019 ശബരിമല രേഖകൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ 1997 നവംബർ 15 ശബരിമലയുടെ ഈ വാതിലിന്റെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെല്ലാം ഉൾപ്പെടുന്നതിന്റെ ഒരു ക്ലോസ് ചിത്രം, അത് അവിടെ അന്നുണ്ടായിരുന്ന ആളുകൾ തന്നെ എടുത്ത ചിത്രമാണ്. ആ ഒരു ചിത്രം ഞാൻ കാണാനിടയായി. ആ ചിത്രം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ആ സ്വർണം പൊതിയുന്നതിന് മുൻപുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അവിടെ സ്വർണം പൂശൽ നടന്നിട്ടില്ല, സ്വർണം പൊതിയലാണ് നടന്നിരിക്കുന്നത് എന്നത് ആ ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഈ 98-99 കാലഘട്ടത്തിലെ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ കോടതി രേഖകൾ അനുസരിച്ച് 1.25 കോടി, 1,75,00,000-ലധികം രൂപ ചെലവിട്ടുകൊണ്ടാണ് വിജയമല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. അതിന് 31.2528
കിലോ സ്വർണം, 22 ഗേജിലുള്ള 1904 കിലോ ചെമ്പ് പാളി, ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ക്ഷേത്ര ശ്രീകോവിലിന്റെ മേൽക്കൂരയും പ്രധാന വാതിലും ഇരുവശത്തുമുള്ള ചിത്രത്തകിടുകളും ചുറ്റുമുള്ള തൂണുകൾ, 3 കലശങ്ങൾ, 4 വശങ്ങളിലുള്ള ആനയുടെ രൂപം കൊത്തിയ തകിട്, 2 ദ്വാരപാലക ശില്പങ്ങൾ. ഈ ദ്വാരപാലക ശില്പം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ പിന്നീട് സ്വർണം പെയിന്റ് ചെയ്തു എന്ന് പറയുന്ന വാദം നിൽക്കില്ല. ഇനി ഉപയോഗിച്ചത് ഈ പറയുന്ന 24 ക്യാരറ്റ് സ്വർണം തന്നെയാണ്. അതും ഈ രേഖകളിലെല്ലാം പറയുന്നുണ്ട്. അത് കോടതിക്ക് മുന്നിലും ആരും ഇതുവരെ എതിർത്തിട്ടില്ല. സ്വർണ്ണമല്ല, അവിടെ ചെമ്പായിരുന്നു അല്ലെങ്കിൽ ചെമ്പിന്മേൽ സ്വർണം പൂശുകയായിരുന്നു എന്നാരും ഇതുവരെ എതിർത്തിട്ടില്ല. ഒരു രേഖയും കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല. 98 തന്നെ കോടതിയിൽ ഈ കാര്യങ്ങൾ എത്ര തുക ചെലവായി എന്ന ചോദ്യം അന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ കോടതി രേഖകൾ 1998 ഹൈക്കോടതി ഡോക്യുമെന്റ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ 24 ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ് അവിടെ ക്ലാഡ് ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഈ നേരത്തെ കോട്ട് ചെയ്ത JNR ജ്വല്ലറിയിലെ നാഗരാജൻ, ആ നാഗരാജന്റെ നേതൃത്വത്തിൽ 3.5 മാസം കൊണ്ട് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് ഈ ക്ലാഡിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന് ഈ വേറൊരു ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോവുകയോ മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതും അവിടെ വ്യക്തമാണ്. അപ്പോൾ സന്നിധാനത്ത് ഒട്ടകത്തോലിൽ അടിച്ചു പരത്തി മെർക്കുറി ഉപയോഗിച്ച് ഒട്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അതിന് പകരം പെയിന്റ് അടിച്ചതാണ്, ഞാനത് ചെന്നൈയിൽ കൊണ്ടുപോയി വീണ്ടും പെയിന്റ് അടിപ്പിക്കുകയാണ്, അത് സ്വർണം പൂശുകയാണ് എന്ന് പറയുന്നതൊക്കെ പച്ച കള്ളമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ എന്നുള്ളതും ക്ലിയർ ആണ്. ഇവിടെ കന്നിമൂല ഗണപതിക്ക് 2009 ഈ സ്വർണം പൊതിയുന്നത്. ഉപദേവതാ ക്ഷേത്രങ്ങൾ കന്നിമൂല ഗണപതിയുണ്ട്, അതുപോലെ തന്നെ നാഗരാജാവുണ്ട്, മാളികപ്പുറമുണ്ട്. അവിടെയൊക്കെ സ്വർണം പൊതിയുന്നത് 2009 അതിന്റെ സ്പോൺസർ ആരാണ് എന്നതുകൂടി അവരെയും കൂടി നമുക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ അവരൊക്കെ വന്ന് വെളിപ്പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചെന്നൈയിലെ കുമരൻ സിൽക്സിലെ കുമാറാണ് ആ ഉപദേവതാ ക്ഷേത്രങ്ങൾക്കെല്ലാം സ്വർണം പൊതിയുന്ന ജോലികൾ നിർവഹിച്ചത്. അത് ചെയ്തത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ്. ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സ്വർണം പൊതിയുന്ന ജോലികൾ ചെയ്യുന്നത്. അവിടെ എന്താണ് ചെയ്തത്? സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത പാളികളാക്കി സന്നിധാനത്ത് കൊണ്ടുവന്നു. അതായത് ഉപദേവതാ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൊതിയുകയാണ്. അപ്പോഴും ഈ 2009 പൊതിഞ്ഞതിനൊന്നും ഇതുവരെ ഒരു തേയ്മാനവും വന്നിട്ടില്ല. അവിടെയും ഒരു കാലപ്പഴക്കവും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശബരിമലയിലെ പ്രധാന ശ്രീകോവിലിന്റെ വാതിലിനും ദ്വാരപാലക ശില്പങ്ങൾക്ക് മാത്രം ഈ തേയ്മാനം വരുന്നത്, കാലപ്പഴക്കം വരുന്നത്? 2009 ഈ കുമരൻ സിൽക്സിന്റെ സ്പോൺസർ ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ചു കൊടുത്തു വിടുന്നില്ലല്ലോ, കുമാറിന് കൊടുത്തു വിടുന്നില്ലല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം കൊടുത്തു വിടുന്നത് എന്താണ്? ഇനി അടുത്തത് പഞ്ചലോഹം വെച്ചാണ് 18-ാം പടി 2015 പൊതിഞ്ഞത്. അവിടെയും തേയ്മാനമില്ല. ഏറ്റവും കൂടുതൽ ഭക്തർ ചവിട്ടി കയറുന്നത് 18-ാം പടി വഴിയാണല്ലോ. അപ്പോൾ അവിടെയും അഴിച്ചുകൊണ്ടു പോകുന്നില്ല. ആകെ അഴിക്കുന്നത് ദ്വാരപാലക ശില്പവും വാതിലും മാത്രമാണ്. ഈ SM എന്റർപ്രൈസസിലെ വിനയകുമാറാണ് ഈ 18-ാം പടിയുടെ സ്പോൺസർ എന്ന് പറയുന്നത്. വിനയകുമാറിനെയും വിളിപ്പിക്കുന്നില്ല. കൊടിമരം 2017 സ്വർണം പൊതിയുന്നു. അവിടെ 3,21 ലക്ഷം രൂപയാണ് അതിന് ചെലവായത്. അതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഹൈദരാബാദ് ഫീനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 2019 ഈ മാർച്ച് 11 പുതിയ വാതിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി വാതിൽ സ്പോൺസേഴ്സ് ആയിട്ട് വരുന്നത് ഈ വാസുദേവൻ. നേരത്തെ സ്മൃതി മാഡം സൂചിപ്പിച്ചത് കൃത്യമാണ്. പള്ളിക്കത്തോട് CK കൺസ്ട്രക്ഷൻസിന്റെ ഉടമയാണ് ഈ പറയുന്ന വാസുദേവൻ എന്ന് പറയുന്നയാൾ. അയാൾ ഇക്കാര്യത്തിലെ ഒരു കൂട്ടുകച്ചവടക്കാരനാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശുന്ന കാര്യമൊക്കെ അവിടെ ചെയ്തത്. അപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ ഒരു വിശദീകരണമുണ്ട്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ദേവസ്വം ബോർഡിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. PS പ്രശാന്ത് പഴയ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് തന്നെ മറുപടി പറയേണ്ട ഒരു കാര്യം അവിടെ നിൽക്കുന്നത്. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ പഴയ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്ഥാപിച്ചു എന്നാണ് അന്നത്തെ രേഖകളിൽ. ആ രേഖകൾ കാണാതെ പോയോ ഇപ്പോൾ എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നത്തെ രേഖകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അവിടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പഴയ വാതിൽ ദേവസ്വം ബോർഡ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പഴയ സ്വർണം പൊതിഞ്ഞ വാതിലാണ്. ആ വാതിൽ എവിടെ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് ദേവസ്വം ബോർഡ് കണ്ടെത്തണം. അത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അത് ചോദിക്കാൻ കഴിയുകയുള്ളൂ. കാരണം എവിടെയാണ് എന്നുള്ളത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം PS പ്രശാന്തിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെയും ചോദ്യങ്ങൾ ബാക്കിയാണ്. വാതിലിന് തകരാറുണ്ട് എന്ന് പരിശോധന നടത്തിയത് ആരാണ്? അത് ഇതുവരെയും പറയുന്നില്ലല്ലോ. ആരാണ് ഈ തകരാർ മാർച്ചിലും ജൂലൈയിലും കണ്ടെത്തിയത്? ഈ 2 സ്ഥലങ്ങളിൽ മാത്രം, സോ കോൾഡ് ശ്രീകോവിലിലും അതുപോലെ ദ്വാരപാലക ശില്പത്തിനും മാത്രം തകരാർ വന്നത് എങ്ങനെയാണ് എന്നതറിയണം. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിനോട് സന്നദ്ധത അറിയിക്കുകയായിരുന്നു, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തുകയായിരുന്നു? ആ ചോദ്യത്തിനും മറുപടി തരണം. ഈ പറയുന്ന പാളികൾ അഴിച്ച് കൈമാറി പാളികൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു എന്നതിനപ്പുറം ആ പാളികൾ അഴിക്കാനെടുത്ത തീരുമാനം മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഒന്നുകിൽ അത് അഴിക്കുന്നതിന് മുൻപ് തന്നെ ഈ കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ വാതിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് ഇന്നത് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ 2019 എന്തായാലും പറഞ്ഞത് ഞങ്ങളത് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ മാറ്റി വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളതൊന്ന് പ്രദർശിപ്പിക്കാൻ തയ്യാറാകണം എന്നത് മാത്രമാണ് എൻ്റെ ഹംബിൾ റിക്വസ്റ്റ്. സത്യം തെളിയണ്ടേ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം സത്യം തെളിയണം എന്ന് തന്നെയാണ്. Meet the editors.